ട്രെയിൻ ഇറങ്ങിയ മൈഥിലി നേരെ ക്യാൻറ്റീനിൽ പോയി പാഴ്സൽ വാങ്ങി. ഹോസ്റ്റലിലെ ഭക്ഷണത്തേക്കാൾ ഭേദം പുറത്തെ ഭക്ഷണം തന്നെയാണെന്ന് ഒരു നിമിഷം മൈഥിലി ഓർത്തു. പാർസൽ ഓർഡർ ചെയ്ത ശേഷം മൈഥിലി ഗോവിന്ദനെയും തുടർന്ന് ശിവയെ വിളിച്ച് ട്രെയിനിലിറങ്ങിയ വിവരം അറിയിച്ചു. പാഴ്സൽ വാങ്ങി ഓട്ടോയിൽ നേരെ ഹോസ്റ്റലിൽ പോയി ഇറങ്ങി. ഹോസ്റ്റലിൻ്റെ മുന്നിലെ കറുത്ത കൊടിയും ആൾക്കൂട്ടവും പോലീസുകാരെയും കണ്ട് മൈഥിലി ഒന്ന് പുരികം ചുളിച്ചു. ഓട്ടോ കാശ് കൊടുത്ത് മൈഥിലി ഹോസ്റ്റലിൻ്റെ ഗേറ്റിനരികിലേക്ക് നടന്നു. ഹോസ്റ്റലിനുള്ളിലേക്ക് കയറാൻ ഒരുങ്ങിയ മൈഥിലി കൂട്ടത്തിൽ നിന്ന പോലീസുകാരൻ തടഞ്ഞു. എങ്ങോട്ടാണ്? ഇപ്പോൾ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. മൈഥിലി ബാഗിൽ സൂക്ഷിച്ചിരുന്ന ID കാർഡ് കാണിച്ചു. പുറത്തു നിന്ന ഹോസ്റ്റൽ വാർഡൻ മൈഥിലിയെ കണ്ടതും പോലീസുകാരൻ്റെ അടുത്തേക്ക് പോയി. സർ, ഈ കുട്ടിയെ കയറ്റി വിടണം പ്ലീസ്. പോലീസുകാരൻ മൈഥിലിയെ അകത്തേക്ക് വിട്ടു. എന്താ മാം, എന്താ ഇവിടെ സംഭവിച്ചത്? ഒന്നും പറയണ്ട മിലി. ആ ഫസ്റ്റ് ഇയർ മെഡിസിൻ സ്റ്റുഡൻ്റ് ഇല്ലേ, പാലക്കാട്ടുകാരി പട്ടത്തി പെണ്ണ് കാവ്യലക്ഷ്മി, ആ പെണ്ണ് ഇന്ന് രാവിലെ ബാത്റൂമിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ഹോസ്റ്റൽ മെട്രൺ പറയുന്നത് കേട്ട് നടുങ്ങിത്തരിച്ച് മൈഥിലി നിന്നു. ഈശ്വര, വിശ്വസിക്കാൻ വയ്യ. മൈഥിലി നടുക്കത്തോടെ നിന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടത്തുക. ഇതുങ്ങൾക്ക് ചാവാൻ ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ. മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്താനായിട്ട് ഹോസ്റ്റൽ മേട്രൺ അമർഷത്തോടെ പിറുപിറുത്തു. മൈഥിലി അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. മൈഥിലിയുടെ നോട്ടത്തിലെ പന്തികേട് കണ്ടതും മേട്രൺ പതിയെ വലിഞ്ഞു. ബാഗുമായി മൈഥിലി ഒരു ഒഴിഞ്ഞ കോണിൽ പോയിരുന്നു. പോലീസ് മാറി മാറി ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് മൈഥിലി കണ്ടു. കാവ്യ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ പലപ്പോഴായി വിളിച്ചിരുന്നു. എന്നാൽ നാട്ടിലെ പ്രശ്നങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അവളുടെ ഫോൺ എടുക്കാനോ തിരിച്ചു വിളിക്കാനോ സാധിക്കില്ലല്ലോ എന്ന് വ്യസനത്തോടെ മൈഥിലി ഓർത്തു. വന്നപ്പോൾ തന്നെ ചങ്ങാത്തമായവളാണ്, ഒരു തൊട്ടാവാടിയായിരുന്നു. എന്നാൽ അവളൊരു പ്രതിഭയാണെന്ന് ഫ്രഷേഴ്സ് ഡേക്കാണ് മനസ്സിലാവുന്നത്. പാടുകയും സ്റ്റേജിൽ മതിമറന്ന് ആടുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അവൾ കയറിക്കൂടി. വീട്ടിൽ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും മെറിറ്റ് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഒരു നാട് മൊത്തം ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് അവളെ മെഡിസിന് പഠിപ്പിക്കാൻ വിട്ടതാണെന്ന് പറഞ്ഞപ്പോൾ അഭിമാനവും ഒപ്പം ഒരു കുഞ്ഞനിയത്തി കിട്ടിയ സന്തോഷവുമായിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ മൈഥിലി ഷാളുകൊണ്ടൊപ്പി. മൈഥിലിയെ കണ്ടതും റൂംമേറ്റ്സായ ടെസ്സയും വൃന്ദയും അവിടേക്ക് ചെന്നു. മൈഥിലിക്കൊപ്പം അവരും ഇരുന്നു. മൈഥിലി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്താ സംഭവിച്ചത്? മൈഥിലി ചോദിച്ചു. ഒന്നും അറിയില്ല മിലി, ഞങ്ങളാകെ ഒരു ഷോക്കിലാണ്. ഇന്നലെ വൈകുന്നേരം മുറിയിൽ വന്നിരുന്നു. ഒരു പ്രശ്നവും അലട്ടുന്നതായി തോന്നിയിട്ടില്ല. എന്നത്തെയും പോലെ സംസാരിച്ചിട്ട് പോയതാണ്. പറഞ്ഞത് വൃന്ദയാണ്. പിന്നെ അവൾ എന്തിന് ആത്മഹത്യ ചെയ്തു? മൈഥിലി ആരോടെന്നില്ലാതെ ചോദിച്ചു. ഒരു കാരണവും ഇല്ലാതെ ഒരാൾ ജീവൻ അവസാനിപ്പിക്കില്ലല്ലോ. കാരണം എന്താണെന്ന് അറിയണ്ടേ? മൈഥിലി എഴുന്നേറ്റു. എൻ്റെ പൊന്നുമിലി, കാരണം എന്ത് തന്നെയായാലും പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോലും. നീ വെറുതെ ഏടാകൂടത്തിലൊന്നും പോയി ചാടണ്ട. എങ്ങനെയെങ്കിലും 6 മാസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഊരിപ്പോകാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഓരോ പൊല്ലാപ്പുകൾ കയറി വരുന്നത്. ടെസ്സ പിറുപിറുത്തു. അതിന് നീ എന്തിനാ രോഷം കൊള്ളുന്നത് ടെസ്സ? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഒന്നിലും ഇടപെടാൻ പോകുന്നില്ല. പക്ഷേ നമ്മളിൽ ഒരാൾ ഇങ്ങനൊരു അത്യാഹിതം ചെയ്യുമ്പോൾ അതെന്തിനാണെന്ന് അറിയണം എന്ന് തോന്നുന്ന ഒരു സ്വാഭാവികതയല്ലേ? പിന്നെ ഇവിടുത്തെ പോലീസുകാരുടെ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുമെന്ന് കണ്ടറിയാം, മൈഥിലി പറഞ്ഞു. പോലീസ് നടപടിക്ക് ശേഷം കാവ്യയുടെ ബോഡി ആംബുലൻസിൽ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. ആ കാഴ്ച കണ്ട് വേദനയോടെ മൈഥിലി നിന്നു. പോലീസ് പോയതിനു ശേഷം ഹോസ്റ്റലിന് ചുറ്റും കൂടി നിന്നവർ പല വഴിയായി പിരിഞ്ഞു. റൂമിലേക്ക് കയറി ബാഗ് തുറന്ന് തുണിയുമായി നേരെ ബാത്റൂമിലേക്ക് മൈഥിലി നടന്നു. ടെസ്സയും വൃന്ദയും പരസ്പരം നോക്കി. മൈഥിലി ഒന്ന് നിന്നു. ഞാൻ ഇന്ന് കോളേജിലേക്കില്ല. ആകെ ഒരു ക്ഷീണം. കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടക്കണം. ഇന്ന് റെസ്റ്റ് എടുത്തോ? ഞങ്ങൾ എന്തായാലും പോവുകയാണ്. പറഞ്ഞത് വൃന്ദയാണ്. മൈഥിലി നേരെ കുളിമുറിയിലേക്ക് പോയി. മൈഥിലി കുളി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴേക്കും അവർ കോളേജിലേക്ക് പുറപ്പെട്ടു. നല്ല വിശപ്പ് തോന്നി. പാർസൽ തുറന്നെങ്കിലും കഴിക്കാൻ തോന്നിയില്ല. മനസ്സിൽ കാവ്യയുടെ മുഖവും ഓർമ്മകളും തെളിഞ്ഞു വന്നപ്പോൾ ഭക്ഷണപ്പൊതി അതുപോലെ തന്നെ മേശയിൽ വെച്ചു. മനസ്സ് ഒന്നിനും അനുവദിക്കുന്നില്ല. അല്പനേരം കിടന്നു നോക്കാം. മൈഥിലി ചുരുട്ടി വെച്ചിരുന്ന തൻ്റെ കിടക്ക നേരാക്കിയതും ഒരു ലെറ്റർ മെത്തയുടെ ഇടയിൽ നിന്ന് വീണു. അവൾ അതെടുത്ത് വായിച്ചു നോക്കി. എൻ്റെ മെലിച്ചേച്ചിക്ക്. കാവ്യയുടെ കയ്യക്ഷരം. മൈഥിലി അക്ഷമയോടെ ആ ലെറ്റർ തുറന്നു. അതിലെ വരികളിലൂടെ കണ്ണുകൾ ഓടിച്ചതും അവളുടെ കണ്ണുകൾ നിറയുന്നത് കാരണം അവൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടി. മൈഥിലിയെ കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരുപിടി സത്യങ്ങളായിരുന്നു. പലരും എന്നെ ഈ ക്യാമ്പസിൽ ഒറ്റപ്പെടുത്തിയപ്പോൾ സ്വന്തം അനിയത്തി പോലെ സ്നേഹിച്ചതും ഒപ്പം ചേർത്ത് പിടിച്ചതും എൻ്റെ മെലിച്ചേച്ചിയാണ്. ഞാൻ ചേച്ചിയോട് ഇതുവരെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല, ഒന്നൊഴിച്ച്. ഹരീഷ്, ചേച്ചിയുടെ ബാച്ചിൽ പഠിക്കുന്ന ഹരീഷ് എന്നെ. എന്നു മുതലാണ് ഹരീഷ് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നറിയില്ല. പക്ഷേ ഹരീഷ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ പോലും ഞാൻ അത് ഗൗനിച്ചില്ല. ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാൻ വന്നതുപോലെ ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹരീഷിൻ്റെ ഇഷ്ടത്തിന് ഒരു പ്രാധാന്യവും കൊടുത്തില്ല. എനിക്ക് താല്പര്യമില്ലെന്ന് ഹരീഷിനോട് തന്നെ പറയുകയും ചെയ്തിരുന്നു ചേച്ചി. അതിൽ പിന്നെ ഞാൻ ഹരീഷിനെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സമാധാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോടൊന്നും പറയാഞ്ഞത്.
കൂടാതെ ഹരീഷ് ചേച്ചിയുടെ അടുത്ത സുഹൃത്തും കൂടിയാണല്ലോ. എന്നാൽ 2 ആഴ്ച മുന്നേ കൃത്യമായി പറഞ്ഞ ചേച്ചി ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയ അന്ന് വൈകിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയ എന്നെ കാത്ത് ഹരീഷ് നിന്നിരുന്നു. എൻ്റെ അടുത്തേക്ക് വന്ന ഹരീഷ് പ്രേമാഭ്യർത്ഥന നടത്തി. ഞാൻ ഒഴിഞ്ഞു മാറി നടക്കാൻ ഒരുങ്ങിയതും എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഫോൺ ഓണാക്കി ഒരു വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചു. ഞാൻ നടുങ്ങിപ്പോയി ചേച്ചി. എൻ്റെ കാണാൻ പാടില്ലാത്ത വീഡിയോ ബാത്റൂമിൽ നിന്ന് രഹസ്യമായി റെക്കോർഡ് ചെയ്തതായിരുന്നു. ശേഷം ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ എന്നെ സ്നേഹിക്കേണ്ട, ഞാൻ പറയുമ്പോൾ നീ എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ മതിയെന്ന്. അവൻ്റെ മുഖമടിച്ച് ഞാനൊന്ന് കൊടുത്തെങ്കിലും റൂമിൽ വന്നപ്പോൾ എൻ്റെ സമനില തെറ്റി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. ചേച്ചിയെ പല പ്രാവശ്യം വിളിച്ചതും ഒരാശ്വാസത്തിനായിരുന്നു. അവസാനം ഹരീഷിൻ്റെ ശല്യവും ഭീഷണിയും സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഹോസ്റ്റൽ മേഡനോട് ഞാൻ കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ അവരുടെ പ്രതികരണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഹരീഷ് നല്ല പിടിപാടുള്ള പയ്യനാണെന്നും ഹരീഷിനെ പോലെയുള്ളവരോട് എതിർത്ത് ഈ കോളേജിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് അവൻ പറയുന്നത് നീ കേൾക്കുന്നതാണ് നല്ലതെന്നും ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ലെന്നും എന്നോട് ചേച്ചി പറഞ്ഞു. ഹരീഷ് എന്നെ പലതരത്തിൽ ശല്യം ചെയ്തു. ഓരോ വട്ടവും ഞാൻ അതിൽ നിന്നെല്ലാം എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസം പതിവിലും വൈകിയാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. കാലൻ മഴയായി പെയ്തിറങ്ങിയ നശിച്ച ദിവസം ഇടവഴിയിലേക്ക് വളഞ്ഞ് ഞാൻ എത്തിപ്പെട്ടത് അവൻ്റെ മുന്നിലേക്കായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഓർമ്മ വന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടമായിരുന്നു ചേച്ചി. എന്നെപ്പോലെയുള്ള നിസ്സഹായായ പെണ്ണിന് എവിടെ നിന്നും സഹായം കിട്ടാനാണ് ചേച്ചി. എനിക്കുള്ളവർ പോലും എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കണമെന്നില്ല. എനിക്ക് എന്നോട് തന്നെ വെറുപ്പും പുച്ഛവും തോന്നുന്നു ചേച്ചി. ആരുടെയും മുന്നിൽ അപഹാസ്യമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചേച്ചി. എനിക്കറിയാം ചേച്ചി ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ കാണണമെന്നില്ല. സത്യം അറിയുന്ന ഒരാളെങ്കിലും ഈ ലോകത്ത് വേണം ചേച്ചി. നമ്മുടെ സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരാളെ തേജോവധം ചെയ്യാൻ കിട്ടുന്ന അവസരം ആരും കളയില്ല ചേച്ചി. എന്നെപ്പോലെ മറ്റാരെങ്കിലും നമ്മുടെ ഹോസ്റ്റലിൽ ഇങ്ങനൊരു ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ചേച്ചി, അവർ ആ മേട്രനെ സൂക്ഷിക്കണം. മാലാഖയുടെ മുഖവും പാമ്പിൻ്റെ വിഷവുമുള്ള അവരെ സൂക്ഷിക്കണം. ചേച്ചി പറയാറുള്ളത് പോലെ അടുത്ത ജന്മത്തിൽ ഈ ചേച്ചിക്കുട്ടിയുടെ അനിയത്തിയായി ജനിക്കാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ഈശ്വരന്മാരോടും പ്രാർത്ഥിക്കും. സ്വന്തം കാവ്യ. മൈഥിലി തളർച്ചയോടെ കട്ടിലേക്കിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാവ്യ കത്തിലെഴുതിയ ഓരോ കാര്യങ്ങളും അവൾ ചുറ്റും അലയടിക്കുന്നത് പോലെ തോന്നി. മേഘചേച്ചിയുടെ ഓരോ കാര്യങ്ങൾക്കായി താൻ നാട്ടിൽ നിന്ന് വരാൻ വൈകിയത് കൊണ്ടല്ലേ കാവ്യയ്ക്ക് ഗതി വന്നത്. എന്നാലും ഹരീഷ്, അവൻ ഇങ്ങനെയൊരു സ്വഭാവമുള്ളവനായിരുന്നു. മൈഥിലി കണ്ണുകൾ അടച്ചു. ഹോസ്റ്റൽ മെട്രൺ, അതെ, വന്നു കയറിയപ്പോൾ തന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് കല്ലുകടി തോന്നിയതാണ്. മൈഥിലി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി. മേട്രൻ്റെ മുറിയുടെ അടുക്കലെത്തിയതും അടക്കി പിടിച്ച ആരോടോ സംസാരിക്കുന്നത് മൈഥിലി കേട്ടു. സംസാര വിഷയം വ്യക്തമല്ലെങ്കിലും അത് കാവ്യയുടെ കാര്യമാകുമെന്ന് മൈഥിലി അനുമാനിച്ചു. മേട്രൻ്റെ മുറിയിലെ വാതിൽ മൈഥിലി ആഞ്ഞുകൊട്ടി. പരിഭ്രാന്തിയോടെ ഫോൺ ഓഫ് ചെയ്തിട്ട് അവർ വാതിൽ തുറന്നു. നീയാണോ? എന്താ? എന്തു വേണം? നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോകുന്നില്ല, വല്ലാത്ത യാത്രാക്ഷീണം. മുറിയിലെന്തോ ഒറ്റയ്ക്കിരിക്കാനൊരു ഭയം, അതാണ് ഇങ്ങോട്ട് വന്നത്. മൈഥിലി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് മേട്രൻ്റെ ഫോണിലേക്ക് കാൾ വന്നു. മൈഥിലി അത് ശ്രദ്ധിച്ചു. ഹരീഷ് കോളിംഗ്. മൈഥിലിയിൽ ഒരു പിടച്ചിലുണ്ടായി. മേട്രൻ ഫോൺ കട്ട് ചെയ്തു. മാം, ഞാൻ നിൽക്കുന്നത് കൊണ്ട് വന്ന കോൾ മാം എടുക്കാതിരിക്കേണ്ട. ഏയ്, അത് സാരമില്ല. മോളുടെ ക്ലാസ്സിലെ ഹരീഷാണ് വിളിച്ചത്. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതാവും. മേട്രൻ താല്പര്യമില്ലാതെ പറഞ്ഞു. ഹരീഷ്, അവൻ എന്തിനാണ് കാവ്യയുടെ കാര്യം അന്വേഷിക്കുന്നത്? മൈഥിലി മേട്രൻ്റെ മുഖത്തേക്ക് നോക്കി. രാവിലെ മുതൽ നിലക്കാത്ത ഫോൺ കോളാണ് മൈഥിലി. ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്ന്. ദേ ഇപ്പോൾ ഹരീഷും. മാം, എങ്കിലും കാവ്യ എന്തിനാകും ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചത്? ഹാവോ, ആർക്കറിയാം കൊച്ചേ. ഇതിൻ്റെ മുറി മൊത്തം ഞങ്ങളും പിന്നെ പോലീസുകാരും നോക്കി. ഒരു കത്ത് പോലും അവൾ എഴുതി വെച്ചിട്ടില്ല. പിന്നെ എന്താ കാരണമെന്ന് എങ്ങനെ അറിയാനാണ്? അങ്ങനെ ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ സമർത്ഥമായി നിങ്ങൾക്ക് അത് നശിപ്പിക്കായിരുന്നു അല്ലേ? മൈഥിലി മനസ്സിൽ ചോദിച്ചു. മുറിയുടെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇൻസുലിനെടുത്ത് സിറിഞ്ചിൽ ലോഡ് ചെയ്തു. എനിക്ക് വിശന്നു തുടങ്ങി. ഇത് കുത്തിവെച്ച് കുറച്ചുകൂടി കഴിഞ്ഞാലല്ലേ വല്ലതും കഴിക്കാൻ പറ്റൂ. ഇൻസുലിൻ കുത്തിവെച്ചുകൊണ്ട് മേട്രൻ ചോദിച്ചപ്പോൾ മൈഥിലി ഒന്ന് തലയാട്ടി. എന്ത് രഹസ്യമാണെങ്കിലും ഒരിക്കൽ ചുരുളഴിയും മാം, കേട്ടിട്ടില്ലേ? സത്യം ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല. ഒരു നാൾ അത് തെളിഞ്ഞു വരും. എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിച്ചിട്ടുണ്ടായിരിക്കും കാവ്യ ഈ ലോകം വിട്ടുപോയിട്ടുള്ളത്. ആദ്യം പോലീസിൻ്റെ രീതിയിൽ അന്വേഷിക്കട്ടെ. മാം, എന്നാൽ പോയി ഭക്ഷണം കഴിക്കൂ. മൈഥിലി മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മേട്രൻ ഒന്ന് ശ്വാസം നേരെ വിട്ടു. എന്താടോ കാന്താരി, നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? ശിവ ചോദിച്ചപ്പോൾ മൈഥിലി ഒന്നും പറഞ്ഞില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ, വീഡിയോ കോളിൽ വാ. മൈഥിലി പെട്ടെന്ന് കാവ്യയുടെ കത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ശിവയ്ക്ക് അയച്ചു കൊടുത്തു. ശിവേട്ടൻ ഇത് വായിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീഡിയോ കോളിൽ വാ. അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാം.
മിലി അയച്ചു കൊടുത്ത കത്ത് വായിച്ച് ശിവ ഒരു നിമിഷം നടുങ്ങിയിരുന്നു. ഇതെന്താ മിലി? മൈഥിലി ശിവയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ശിവേട്ടാ. എന്തോ കാവ്യ എൻ്റെ പിന്നാലെയുള്ളതുപോലെ. നാട്ടിലെ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ അവളെ അവഗണിച്ചു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവളോട് ഫോണിലൂടെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ. കാവ്യയ്ക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. ശിവേട്ടൻ എൻ്റെ ഇപ്പോൾ ഉണ്ടാകില്ലേ? ശിവയുടെ മറുപടിക്കായി മിലി കാത്തിരുന്നു. ശിവേട്ടൻ ഒന്നും പറഞ്ഞില്ല. മിലി ശിവയുടെ മറുപടിക്കായി കാത്തു. മിലി, കേട്ടിടത്തോളം ഇതൊരു തലവേദനയാകാൻ പോകുന്ന കേസാണ്. നീ ഇതിൽ ഇടപെട്ട് ഉള്ള സമാധാനം കളയണ്ട. നിനക്കിനി അവിടെ ഏറി വന്ന 6 മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തുടരാൻ നിൽക്കണ്ട. നാട്ടിലേക്ക് പോര്. നമ്മുടെ വിവാഹകാര്യം വീട്ടിൽ പറഞ്ഞ് വേഗം നടത്താം. നമുക്ക് കൂടി ഒരു ജീവിതം വേണ്ടേ? ശിവേട്ട, നിയമം പഠിപ്പിച്ച ശിവേട്ടൻ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ തോന്നുന്നു? മിലി, ഇതെല്ലാ നിയമവശങ്ങളും മനസ്സിലുള്ളത് കൊണ്ടാണ് നീ ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞത്. അത് കരുണാകരമാണ്, അല്ലാതെ നമ്മുടെ നാട് പോലെയല്ല. നീ പറഞ്ഞ പോലെ ഹരീഷ് ഉന്നതകളിൽ പിടിപാടുള്ളവനാണെങ്കിൽ നമ്മൾ നിസ്സഹാരായി പോകുമ്പോളെ. എനിക്ക് നിന്നെ വേണം. നിന്റെ കൂടെ ജീവിക്കണം. ഇത്രയും നാൾ മേഘയായിരുന്നെങ്കിൽ ഇപ്പോൾ കാവ്യ. എന്താ പെണ്ണേ ഇത്? നമുക്കും ഒരു ജീവിതം വേണ്ടേ? ശിവയുടെ ശബ്ദം ആർദ്രമായി. ശിവയുടെ പറയുന്നതൊക്കെ സത്യമാണ്. ഇതെല്ലാം എനിക്കും അറിയാം. എന്നാൽ അവൾ എഴുതിയ ഈ കത്ത്, ഇതെൻ്റെ മനസ്സമാധാനം കളയും. കാവ്യയ്ക്ക് എന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി ഈ കത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ജീവിക്കും? കാവ്യക്ക് നീതി കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ ശിവേട്ട. ഞാൻ ഇവിടം വിട്ട് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവൾക്ക് ഞാൻ നീതി ഉറപ്പാക്കും. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി. ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ശിവേട്ടൻ്റെ അരികിൽ വരില്ല. പിണക്കമൊന്നും ഇല്ല കേട്ടോ. ശരി ശിവേട്ട, ഞാൻ വൈകുന്നേരം വിളിക്കാം. എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ട്. ശിവയ്ക്ക് പറയാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ മിലി ഫോൺ കട്ട് ചെയ്തു. ഈ പെണ്ണിൻ്റെ കാര്യം. ശിവ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ഫോണിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ആര്? മൈഥിലിയോ? നീ കോളേജിലേക്ക് ഇന്ന് വരുന്നില്ലെന്നാണ് ടെസ വന്നപ്പോൾ പറഞ്ഞത്. മൈഥിലിയെ അടിമുടിയൊന്ന് നോക്കിയിട്ട് ഹരീഷ് തൻ്റെ ഡ്യൂക്ക് ബൈക്കിൽ നിന്ന് ഇറങ്ങി. കോളേജിൽ വരണമെന്ന് കരുതിയതല്ല ഹരീഷ്. എന്നാൽ ഈ ബുക്ക് ലൈബ്രറിയിൽ തിരികെ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ് ഇന്ന്. അതുകൊണ്ട് ഇറങ്ങിയതാ. മൈഥിലിയുടെ ഒപ്പം ഹരീഷ് നടന്നു. നടക്കുന്നതിനിടെ ഹരീഷ് മൈഥിലിയെ പാളി നോക്കുന്നുണ്ടായിരുന്നു. പറന്നു വീഴുന്ന മുടി ചെവിയുടെ പിറകിൽ തിരികെ വെച്ച് മൈഥിലി നടന്നു. തൻ്റെ ചേച്ചിയുടെ വിവാഹം അടിപൊളിയായിരുന്നു. നാട്ടിൽ പോയിട്ട് താനൊരു മെസ്സേജ് പോലും അയച്ചില്ലല്ലോ. ഞാനാൾ എല്ലാവരും കൂടി തൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്ന് ഞെട്ടിക്കണമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ പിന്നീട് ആ പ്ലാൻ നടന്നില്ല. മേഘ ചേച്ചിയുടെ വിവാഹം മംഗളമായി നടന്നു. മൈഥിലി ഹരീഷിന് മറുപടി കൊടുത്തു. ലൈബ്രറി എത്തിയപ്പോൾ മൈഥിലി കയറാനൊരുങ്ങിയതും ഹരീഷ് പിന്നിൽ നിന്ന് വിളിച്ചു. എനിക്ക് മൈഥിലിയോട് അല്പം സംസാരിക്കാനുണ്ട്. തന്നെ ഒറ്റയ്ക്ക് കിട്ടാറില്ലല്ലോ. താൻ ബുക്ക് കൊടുത്തിട്ട് വാ, ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. മൈഥിലി ലൈബ്രറിയിൽ കയറി ബുക്ക് റിട്ടേൺ ചെയ്തിട്ട് ഇറങ്ങി വന്നു. പുറത്തുള്ള ബെഞ്ചിലിരിക്കുന്ന ഹരീഷിനെ കണ്ടപ്പോൾ മനസ്സിൽ കോപം ഇരച്ചു പൊന്തിയെങ്കിലും മൈഥിലി സംയമനത്തോടെ ഹരീഷിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. ഹരീഷ്, നല്ല തലവേദന. പിന്നെ നീ ഇന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് മൈഥിലി ഹരീഷിനോട് ചോദിച്ചു. സ്റ്റെല്ല മേഡനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. വല്ലാത്ത കഷ്ടമായിപ്പോയി. ഇങ്ങോട്ട് പഠിക്കാൻ വിട്ടവരെ പോലും മറന്ന് ഈ സാഹസം ചെയ്യാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഹരീഷിൻ്റെ മറുചോദ്യം കേട്ട് മൈഥിലിക്ക് ദേഷ്യം വന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പൊട്ടിപ്പെണ്ണല്ല അവൾ. അതെനിക്ക് നന്നായി അറിയാം. എന്തായാലും അധികം താമസിയാതെ സത്യം പുറത്തു വരും. ഹരീഷ് ആജ്ഞത നടിച്ചു നിന്നു. എന്നോട് എന്തോ ഹരീഷിന് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് അത്? ഇനി കോഴ്സ് കഴിയാൻ അധിക നാളില്ലല്ലോ. വീട്ടിൽ വിവാഹാലോചന തുടങ്ങുന്ന ലക്ഷണമാണ്. ആലോചന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. ഹരീഷ് ഒന്ന് നിർത്തിയതിനു ശേഷം മൈഥിലിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് തന്നെ ഇഷ്ടമാണ്. തൻ്റെ കുടുംബവും ഓക്കെയാണ്. ഞാൻ വീട്ടിൽ തൻ്റെ കാര്യം അവതരിപ്പിച്ച ഒരു നോ പറയാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതിനൊക്കെ മുമ്പ് തൻ്റെ മനസ്സറിയണ്ടേ? ഹരീഷ് മൈഥിലിയെ നോക്കി. മൈഥിലി പകപ്പോടെ നിന്നു. ഹലോ മൈഥിലി. ഹരീഷ് അവളുടെ കൈകളിൽ തട്ടി. ഹരീഷ്, ഞാൻ എന്താ പറയേണ്ടത്? തന്നിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞ ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല ഹരീഷ്. എനിക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകണമെന്നാണ് ആഗ്രഹം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകാൻ താല്പര്യമില്ല. ഒന്നിച്ച് ജീവിക്കണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ ഹരീഷ്. ഇങ്ങനെ നടക്കണമെന്നില്ലല്ലോ. നമ്മുടെ ഇടയിൽ ഇനി 6 മാസം കൂടിയില്ലേ? എൻ്റെ മറുപടി ഞാൻ അപ്പോൾ തരാം. അത്രയും സാവകാശം എനിക്ക് തരില്ലേ ഹരീഷ്? സമ്മതം. ഹരീഷ് ചിരിച്ചുകൊണ്ട് കൈ നീട്ടി. മൈഥിലി തിരിച്ചും ഒരു പുഞ്ചിരി സമ്മാനിച്ചു. എന്നാൽ അവളുടെ ഇടനെഞ്ചിൽ പകയുടെ തീക്കനൽ ആളിക്കത്തി. വാ, ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മൈഥിലിയെ ക്ഷണിച്ചു. അത് വേണ്ട ഹരീഷ്, ആളുകൾ ശ്രദ്ധിക്കും. എടോ, അതിനിത് നാടല്ലല്ലോ. ബാക്കിയുള്ളവർക്ക് നമ്മളെ ശ്രദ്ധിക്കാനാണോ നേരം? താൻ വാ.
ഹരീഷ് നിർബന്ധിച്ചു. എന്നായാലും ഇന്ന് വേണ്ട, പിന്നീട് ഒരിക്കലാകാം, ഓക്കെ? മുന്നിൽ വന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതിൽ കയറി. അപ്പോൾ ശരി, നാളെ കാണാം. മൈഥിലി പോകുന്നത് നോക്കി നിരാശയോടെ ഹരീഷ് നിന്നെങ്കിലും മനസ്സിൽ പാതി വിജയിച്ചവനെ പോലെ അവൻ ചിരിച്ചു. പലപ്പോഴായി കയ്യിൽ നിന്ന് വഴുതിപ്പോയ സുന്ദരിയായ വരാലാണ് നീ. ഇനി നിന്നെ ഈ കൈപ്പിടിക്കുള്ളിലാക്കിയിരിക്കും ഈ ഹരീഷ്. ഹോസ്റ്റലിൽ നിന്ന് കയറിയപ്പോഴാണ് മൈഥിലിക്ക് ശ്വാസം നേരെ വിടത്. ഹരീഷ് പറഞ്ഞതൊന്നും മൈഥിലിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഹരീഷ് തന്നെ പിന്തുടരുന്നുണ്ടാകുമോ? അവനിനി വല്ല സംശയവും? മൈഥിലി ഫോൺ എടുത്ത് ശിവയെ വിളിച്ചു. ഹരീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിവയോട് പറഞ്ഞു. നീ ടെൻഷൻ അടിക്കാതെ, എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെങ്കിലോ? അവൻ്റെ ഒരു ആത്മാർത്ഥത ആ കാവ്യയോടും ഇത് തന്നെയല്ലേ അവൻ പറഞ്ഞത്? അവൻ നോ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നും നമുക്കറിയാം. ശിവേട്ടൻ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഈ കോഴ്സ് ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് നല്ല ഭയം തോന്നുന്നു ശിവേട്ട. ശിവേട്ടനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാം. നീ സമാധാനപ്പെട്, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം, ശിവ മൈഥിലിയെ ആശ്വസിപ്പിച്ചു.